ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ അധികം ഓയിലോ മസാലപ്പൊടികളൊന്നും യൂസ് ചെയ്യാതെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ചിക്കൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 സവോളയാണ് പൊടിയായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് പകരം നമുക്ക് ചുവന്നുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സവാള ഒന്ന് കളർ മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സവാള നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാനായിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ മല്ലിപ്പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഗരം മസാലപ്പൊടി മല്ലിപ്പൊടിയൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓൺലി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 3/4 kg ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും അത് ചെറുതാക്കി തന്നെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ചെറിയ പീസുകളായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ചിക്കൻ ചെറിയ പീസാകുമ്പോൾ മസാലകളെല്ലാം അതിൽ നന്നായി തന്നെ പിടിച്ചു വരും. ചിക്കനിലേക്കുള്ള ഒരല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിലൊട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വന്നോളും. പിന്നെ നമുക്കിത് നല്ല ഡ്രൈ ആക്കി എടുക്കാനുള്ളതാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചിക്കൻ വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ചിക്കനെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായി തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ച് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ നന്നായി ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ നമുക്കത് അടി പിടിക്കാതെ കറക്റ്റായി ഡ്രൈ ആയി കിട്ടും. നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിമും ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് അല്പം ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. നമ്മൾ തക്കാളിയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അല്പം ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ച് കൊടുക്കാം. അല്പം മതിയാവും. നമുക്ക് അല്പം വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മളിതിൽ ഗരം മസാലപ്പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെയും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ട് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. അധികം ഓയിലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്